ധന്യ ഈ മാതൃഭൂമി ചെയ്തത് ഒരു വല്ലാത്ത ചെയ്തായിപ്പോയി. കാരണം ഇന്ത്യയുടെ ഒരു വളർച്ചയെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷെ അതിൽ ഒരു നാമമാത്രമായ ഒരു ലൈനിൽ മാത്രമാണ് ആ ഒരു കുറവ് കാണിക്കുന്നത്, പോയിന്റ് സംതിങ്. പക്ഷെ അത് തലക്കെട്ടാക്കിക്കൊണ്ട് ഇന്ത്യ താഴേക്കെന്ന് പറഞ്ഞൊരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണ് മാതൃഭൂമി ഇങ്ങനെ ചെയ്തത്? പൊതുവെ മാതൃഭൂമിക്ക് ഇപ്പൊ ബിനു നേരത്തെ നമ്മുടെ ഒരു വാർത്ത പറഞ്ഞത് സാധാരണ മനോരമയാണ് ഇത് ചെയ്യുന്നത്. ഇത്തവണ മാതൃഭൂമിയും കൂടെ അത് ഏറ്റുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പൊതുവെ ഒരു മോദി വിരുദ്ധത ഇന്ത്യ വിരുദ്ധതയായി കാണിക്കാൻ ഇവരൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഒരു ലൈനിൽ ഒരു പോയിന്റിൽ പെർസെന്റേജ് മാത്രം ഇന്ത്യയുടെ വളർച്ച കുറവും മറ്റു കാര്യങ്ങളിൽ ഇന്ത്യ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയാൻ ഇവർക്ക് മടിയാണ്. അതാണ് നമ്മുടെ ഈ മെയ് 17 ശനിയാഴ്ചത്തെ മാതൃഭൂമിയുടെ വാണിജ്യം എന്ന് പറയുന്ന പേജിൽ കണ്ട വാർത്തയുടെ ഹെഡിങ് എന്ന് പറയുന്നത്. ഹെഡിങ് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇന്ത്യ തകർന്ന് തരിപ്പണമായി, സാമ്പത്തികമായി ഇന്ത്യ തകർന്നിരിക്കുകയാണ്, ഇനി ഇന്ത്യക്ക് വളർച്ചയില്ല, ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, ഇന്ത്യക്ക് വികസനമില്ല എന്നൊക്കെ തോന്നുന്നു. പക്ഷേ വാർത്ത വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദൈവമേ ഇന്ത്യ വളർച്ചയുടെ കൊടുമുടിയിലാണല്ലോ, അപ്പൊ പിന്നെ ഈ ഹെഡിങ് ഇതെന്താ ഇങ്ങനെ എന്ന് നമുക്ക് തോന്നിപ്പോവും. പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ വാർത്ത വായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസത്തെ വാർത്ത വാണിജ്യം പേജ് എടുത്ത് നോക്കിയാൽ മതി. മാതൃഭൂമിയുടെ മെയ് 17 ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. ഇന്ത്യയുടെ വളർച്ച അനുമാനം 6.3% കുറച്ചു. അതിന്റെ സബ് ഹെഡിങ് വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി തുടരും. യഥാർത്ഥത്തിൽ ഹെഡിങ് കൊടുക്കേണ്ടത് ഇന്ത്യ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി വളരുന്നു, അങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്നത് ഇന്ത്യയെ ഈ ഹെഡിങ്ങിൽ തന്നെ ഇന്ത്യയെ ആളുകൾ താറടിച്ച് കാണിക്കുക, ഇന്ത്യയെ താറടിക്കുക. മാത്രമല്ല മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു പത്രം വായിക്കുന്ന ഒരു ശരാശരി കേരളീയൻ രാവിലെ പത്രവും ചായയും പ്രധാനമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഫസ്റ്റ് പേജ് ആയിരിക്കും ആദ്യം വായിക്കുക. ഫസ്റ്റ് പേജിലെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം വായിക്കും. പിന്നെ ചിലർ നേരെ റൊട്ടേറ്റ് ചെയ്തിട്ട് ബാക്ക് പേജ് വായിക്കും. അത് കഴിഞ്ഞ് പ്രാദേശികം തുറക്കുന്നു, പ്രാദേശികം വായിക്കുന്നു. അത് കഴിഞ്ഞ് എഡിറ്റോറിയൽ, അങ്ങനെ വരുന്നു. ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഈ എക്കണോമിസ്റ്റ് അല്ലാതെ ഉള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് ഈ ഹെഡ്ലൈൻ മാത്രമേ വായിക്കൂ, അല്ലേ? അങ്ങനല്ലേ മാധ്യമപ്രവർത്തകരെ നമ്മൾ പോലും ഈ വാർത്ത വായിച്ചു പോകും. കാരണം നമുക്കൊന്ന് വാണിജ്യപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അത് ആ ഒരു ഡെസ്കിൽ ബിസിനസ് ചെയ്യുന്നവരാണ് അങ്ങനെ ചെയ്യും. അല്ല, നമ്മൾ കൂടുതലും പൊളിറ്റിക്സ് അങ്ങനെയുള്ളതല്ലേ നോക്കുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഇത് ഭയങ്കരമായൊരു തെറ്റിദ്ധരിപ്പിക്കലാണ്, അപലപനീയമാണ് അത്. ഇത് പിന്നെ മാതൃഭൂമിയുടെ പിന്നെ മാനേജിംഗ് ഹെഡില് പിന്നെ ശ്രേയംസ് കുമാർ അദ്ദേഹം ഈ വാർത്ത കാണുന്നുണ്ടല്ലോ, അറിയില്ല അദ്ദേഹം ഇതൊക്കെ കാണുമോ എന്നുള്ളത്. കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എഴുതിയവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് എഴുതിയ ഏത് റിപ്പോർട്ടർ ആണെങ്കിലും ഏത് സബ് എഡിറ്റർ ആണെങ്കിലും അയാൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല, ഇത് കൃത്യമായി അറിയാവുന്ന ആള് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞ മാധ്യമത്തിലോ ദേശാഭിമാനിയിലോ വന്നെങ്കിൽ നമുക്ക് അത് അങ്ങനെ അനുമാനിക്കാം. മനോരമ പോലും ചെയ്യാറുണ്ടെന്ന് പറയാം. പക്ഷെ മാതൃഭൂമിയിൽ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് ശരിയാണ്. വളരെ കറക്റ്റ് ആണ് ബിനു പറയുന്നത്. വാർത്ത ഇങ്ങനെയാണ് ബിനു. മുംബൈ ഇന്ത്യയുടെ വളർച്ചാ അനുമാനത്തിൽ കുറവ് വരുത്തി ഐക്യരാഷ്ട്രസഭ. 2025 ജനുവരിയിലെ 6.6% നിന്ന് 6.3% ഇത് കുറച്ചിരിക്കുന്നത്. 6.6 നിന്ന് 6.3. അതേസമയം ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഹെഡിങ്ങും ആദ്യത്തെ ലൈനും ഒക്കെ വരേണ്ടത് ഇതല്ലേ? ഇന്ത്യ വളരുകയാണ് എന്നുള്ളത്, ഇന്ത്യ ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക വ്യവസ്ഥയായി മാറിയിട്ടുണ്ട് എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഒരു ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾ എഴുതുന്നത് അങ്ങനെയല്ലേ? ആഗോള സമ്പദ് വ്യവസ്ഥ അപകടകരമായ മാന്ദ്യം നേരിടുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ ഈ മുന്നേറ്റം നടത്തുന്നതെന്നത് ശ്രദ്ധേയമാണ് എന്ന് UN-ലെ മുതിർന്ന സാമ്പത്തിക വിദഗ്ധനായ ഇങ്കോ പീറ്റർലെ പറയുന്നു. ലോക സാമ്പത്തിക സാഹചര്യവും സാധ്യതകളും വിലയിരുത്തിയുള്ള WESP അർദ്ധവാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. ശക്തമായ ആഭ്യന്തര ഉപഭോഗവും ഉയർന്ന മൂലധന ചെലവുമാണ് ഇന്ത്യയുടെ വളർച്ചാവേഗം കൂട്ടുന്നത്. ആഗോളതലത്തിലെ വ്യാപാര പിരിമുറുക്കങ്ങളും വ്യാപാര ഇനങ്ങളിലെ അനിശ്ചിതത്വങ്ങളും ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. 2 വർഷത്തെ സുസ്ഥിര വളർച്ചയാണ് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വിഷയത്തിൽ ഇക്കൊല്ലം ജനുവരിയിൽ പ്രതീക്ഷിച്ചിരുന്നതെന്നും എന്നാൽ മറിച്ചാണ് സംഭവിച്ചതെന്നും റിപ്പോർട്ട് പുറത്തിറക്കി UN എക്കണോമിക്സ് ആൻഡ്
പോളിസി വിഭാഗം ഡയറക്ടർ ശാന്തനു മുഖർജി പറഞ്ഞു. ആഗോള വളർച്ച 2.4%. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ വളർച്ച വ്യത്യസ്തമായി തുടരുകയാണ്. പണപ്പെരുപ്പം, തൊഴിലവസരങ്ങൾ എന്നീ ഘടകങ്ങളും ഇന്ത്യക്ക് അനുകൂലമാണ്. 2005 ഇത് 4.3%, 2004 4.9%, 2025 4.3% താഴുമെന്നാണ് UN അനുമാനം. തൊഴിലില്ലായ്മ വലിയ രീതിയിൽ കൂടില്ല എന്നും റിപ്പോർട്ട് പറയുന്നു. ലോക സമ്പദ് വ്യവസ്ഥകളിൽ മുന്നിലുള്ള അമേരിക്കയുടെ വളർച്ച 1.6%, ചൈന 4.6%, ജർമ്മനിയുടെ വളർച്ച 0-ലും താഴെ, അതായത് 0.1%, ജപ്പാനിന് 0.7%, യൂറോപ്യൻ യൂണിയൻ 1% കണക്കാക്കുന്നത്. ഇന്ത്യ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. അതാണ് ഇതിലെ പ്രധാന വാർത്ത. അത് പറയാതെ അത് രണ്ടാമത്തെ ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് ആദ്യം ഇന്ത്യയെ ഉയർത്തുന്നു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരെ താഴെയാണ്. ഇന്ത്യയുടെ വളർച്ച അനുമാനം 6.6% കുറച്ചു. 6.6% ആയിരുന്നത് 6.3% കുറച്ചു. ഇത് മാതൃഭൂമിക്ക് പിടിച്ചില്ല. അതാണ് ആ തലക്കെട്ട് ഇങ്ങനെ ശ്രദ്ധ തിരിപ്പിക്കുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു രീതി. അത് പ്രധാനമായും മനോരമയാണ് കൂടുതലായി ചെയ്യാറുള്ളത്. അത് എന്താ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ചാനലുകളിലും ഓരോ പാർട്ടിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയെ അനുഭാവികളായ കുറെ പേരുണ്ടാകും. ഇത് എഴുതിയവൻ CPM അനുഭാവിയായ ഒരാളായിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിയായ ഒരാളായിരിക്കും. ഇന്ത്യ വളരുന്നു എന്ന് പറയുമ്പോൾ അത് BJPയുടെ വളർച്ചയാണ്. ഇവര് കണക്കാക്കുന്ന അങ്ങനെയാണ്. ഇന്ത്യ വളർന്നുകൊണ്ടിരുന്നാൽ ഈ ഏത് സർക്കാർ, കരുത്തുള്ള ഏത് സർക്കാർ വന്നാലും ഇന്ത്യ വളരും. അതിപ്പോ 70 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് എന്തുകൊണ്ട് ഇന്ത്യ വളർന്നില്ല എന്ന് ചോദിച്ചാൽ അത് അവരുടെ പിടിപ്പുകേട്. അതുകൊണ്ടാണ് 10 വർഷം കൊണ്ട് BJP ഭരിക്കുന്നത്. അപ്പൊ ഇന്ത്യ അഭൂതപൂർവമായ വളർച്ച ഇന്ത്യ നേടും. അത് ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പൊ ഇന്ത്യ വളരുന്നു എന്ന് പറഞ്ഞാൽ അത് BJPയുടെ നേട്ടമായിട്ട് കണക്കാക്കും. BJP നേട്ടം വരിക്കുന്നത് ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം എഴുതിയവൻ CPM കാരനോ നമ്മളെ വർഗത്തിലുള്ളവര് തെറ്റ് ചെയ്താലും തെറ്റെന്ന് തന്നെ പറയണം, അല്ലെ? വാർത്ത പ്രത്യേകിച്ച് ഈ വാണിജ്യ രംഗത്തൊക്കെയുള്ള വാർത്തകളൊന്നും പൊളിറ്റിക്സ് പോലെ തല തിരിച്ചും മറിച്ചും തിരിച്ചു വന്നിട്ട് പറയാൻ കഴിയില്ല. പൊളിറ്റിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാം, വേണമെങ്കിൽ രാഹുൽ ഗാന്ധി അനുകൂലിക്കാം, മോദിയെ പിന്നെ വിരുദ്ധത പറയാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ വാണിജ്യപരമായ വാർത്തകൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്ന കുറെ ആളുകളുണ്ട്. ഇവരുടെയൊക്കെ തലയിൽ ഇത് ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ വളർച്ച അനുമാനം 6.3% കുറഞ്ഞു. അല്ലെങ്കിൽ മോദിയല്ലേ ഭരിക്കുന്നത്, ഇതല്ല ഇതിനപ്പുറം ഇവിടെ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആളുകള് പത്രം അങ്ങ് മാറ്റിവെക്കും. അടുത്ത വാർത്തയിലോട്ട് അടുത്ത വാർത്ത. ഓക്കെ, ഇതിന്റെ ആദ്യത്തെ വരി ഇവിടെ കൊടുത്താലല്ലേ ആളുകളാ നമ്മുടെ രാജ്യം വലിയ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാജ്യം വളരുകയാണ്. മറ്റു രാജ്യങ്ങൾ ചൈനയെ പോലെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ രാജ്യം അങ്ങ് വളർന്ന് പന്തലിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ എന്റെ ഹെഡിങ് അങ്ങനെ ആയിരിക്കണം. അപ്പോ നാറിയ ചെറ്റത്തര പണിയാണ് മാതൃഭൂമി കാണിച്ചിരിക്കുന്നത്. അതിൽ ഒരു പിന്നെ സംശയവുമില്ല. ഇത്തരത്തിൽ പണം ഉണ്ടാക്കുന്നതിൽ നല്ലത് വേറെ വല്ല പണിക്ക് പോകുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.